ഈ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ഓഫ് കോഴ്സ് വർക്ക് ചെയ്തത്. വാട്ട് വാസ് യുവർ ലാസ്റ്റ് പേ? ഫോർ എക്സാമ്പിൾ, എനിക്ക് 20 വയസ്സായി. I wanted to become a digital marketer. So what is the step-by-step playbook? എനിക്കൊരു എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആകാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എന്താ, അല്ലെങ്കിൽ പ്ലേ ബുക്ക് എന്താ? ഒരു T-shaped മാർക്കറ്റർ ആവുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സിൻസ് ഇത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. കമ്പനീസ് ലൈക്ക് റോൾസ് റോയ്സ് അല്ലെങ്കിൽ റേഞ്ച് റോവർ, ഇങ്ങനെയുള്ള കമ്പനീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അൾട്രാ ലക്ഷറി ബ്രാൻഡ്സ്, ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആഡുകൾ കാണിക്കാറില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ അവരുടെ ഒരു ടാർഗറ്റിംഗ് ലിസ്റ്റിലോട്ട് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. AI ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ശരിക്കും എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ എഫക്ട് ചെയ്യുമോ ഇൻ ബാഡ് വേ, ഓർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പോസിറ്റീവ് വേയിൽ ലൈക്ക് ഹെൽപ്പ് ചെയ്യുമോ എങ്ങനെ ഇൻ ഫ്യൂച്ചർ? ഓൾവേസ് എനിക്ക് ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് Hey everyone, so welcome back to another video. ഇന്ന് ആക്ച്വലി കഴിഞ്ഞൊരു 4 വീഡിയോ പബ്ലിഷ് ചെയ്തതെന്ന് കുറച്ച് മാറിയിട്ടൊരു വെറൈറ്റി ഡിഫറെൻറ്റ് വീഡിയോ ആണ്. ദാറ്റ് ഈസ് ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. കുറച്ച് എക്സ്പേർട്സിൻ്റെ കൂടെ കുറച്ച് ടോപ്പിക്സിൽ സംസാരിക്കണം, അടിപൊളി വാല്യൂ ഷെയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഹോൾ ഇനീഷ്യേറ്റീവിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഹംസാദ് ബഷീർ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് .in ഡിജിറ്റൽ അക്കാഡമി. മേജർലി വേറെ കുറച്ച് കാര്യങ്ങൾ അഗെയിൻ വേറെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി അറൗണ്ട് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് പരിചയമുണ്ട്. ഇന്നവേ കോ ഫൗണ്ടേഴ്സാണ്, ഇന്നവേ മെൻറ്ററാണ്, ഇന്നവേ കൊളീഗാണ്, ഇന്നവേ ഫ്രണ്ടാണ്. സോ ഹംസാദ് ഖാൻ്റെ അടുത്ത് നമുക്ക് മാക്സിമം എടുക്കാം. സോ ദ ടോപ്പിക് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ 2025. വി ഓൾ നോ, നമുക്ക് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് ആയിട്ട് ഏറ്റവും ബൂമിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഇൻഡസ്ട്രിയിൽ 2025 എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്റ്റേജ് എന്തൊക്കെയാണ്, നിങ്ങൾക്കൊരു നല്ല ഡിജിറ്റൽ മാർക്കറ്റർ എങ്ങനെ ആകാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് നോക്കാം. സോ ലെറ്റ്സ് get started. ഹംസദ് ഖാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ആസ് എൻ ഓൺടർപ്രണർ, ശരിക്ക് മേ ബി എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമായിരിക്കും, ആസ് എൻ ഓൺടർപ്രണർ ഏതൊക്കെ ഇൻകം സോഴ്സസ് ഉണ്ട് ഹംസദ് ഖാക്ക് എന്നുള്ളത്? സോ എൻ്റെ ഫസ്റ്റ് കമ്പനി .in ആണ്. .in സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം .in is currently Kerala's largest digital marketing academy. Yes, ഏകദേശം ഒരു 600ഓളം കുട്ടികൾ at a time പഠിക്കുന്നുണ്ട്. അടിപൊളി. യെസ്. And I have Offenso Hackers Academy. It's another edutech company. It's കേരളത്തിലെ തന്നെ നമ്പർ 1 സൈബർ സെക്യൂരിറ്റി അക്കാദമിയാണ്. ദെൻ ഫ്യൂച്ചറിക്സ് അക്കാദമി ഓൾസോ എഡ്യൂടെക് തന്നെയാണ്, ഡാറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഹാക്ക്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സൈബർ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ഓൾസോ എൻ്റെ ഒരു എന്നോട് എടുത്തിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിൽ .com എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ലിസ്റ്റ് ചെയ്തത് 5 ഇതുണ്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ ഉള്ളിലൊരു സാധനം ചോദിക്കാം. ദാറ്റ് ഈസ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ഓഫ് കോഴ്സ് വർക്ക് ചെയ്തത്. What was your last pay? It almost ഒരു 6 figure ഉണ്ടായിരുന്നു. ബട്ട് അത് എൻ്റെ ജോലിയിൽ നിന്ന് മാത്രമായിരുന്നില്ല. എനിക്ക് ജോലി എന്നുള്ളൊരു ഇൻകം ഉണ്ടായിരുന്നു. ഓൾസോ ഐ ഹാവ് എ ഫ്രീലാൻസ് വർക്ക്. ഓൾസോ ഐ ഹാവ് എ കൺസൾട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് 20 വയസ്സായി. I wanted to become a digital marketer. So what is the step-by-step playbook? എനിക്കൊരു എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആകാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എന്താ, അല്ലെങ്കിൽ പ്ലേ ബുക്ക് എന്താ? ഒരു T-shaped മാർക്കറ്റർ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്, SEO, ഗൂഗിൾ ആഡ്സ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, LinkedIn, പേഴ്സണൽ ബ്രാൻഡിങ്, B2B മാർക്കറ്റിംഗ്, ബിസിനസ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ SEO ചെയ്തിട്ടുണ്ട്. സോ ഈ T എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ദെൻ ഒരു കാര്യം ചൂസ് ചെയ്യുന്നു, ഒന്നിലേക്ക് നാരോ ഡൗൺ ചെയ്യുന്നു. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ SEO പേഴ്സണായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എൻ്റെ ഏരിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സ്ട്രാറ്റജി, ബ്രാൻഡിങ് എന്നുള്ളൊരു ഏരിയ. മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സിൻസ് ഇത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. SEO, SMM, LinkedIn, കോണ്ടന്റ് റൈറ്റിംഗ്, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെ കുറെ ഡൈവേഴ്സിഫൈഡ് ആണ്. സോ ഇഫ് ആൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം, ദേ ക്യാൻ ഗോ ഫോർ
കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു സാധനം അച്ചീവ് ചെയ്ത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ ദേ കെൻ ഗോ ഫോർ SEO. അതായത് ഈ ഒരു ടീ വരക്കുന്ന സമയത്ത് ബേസ് ഐഡിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ആൾക്കാരുടെ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബിസിനസ്സുകൾ എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം അത് ആളുകളിലോട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, മാർക്കറ്റിംഗ് വേണം. മാർക്കറ്റിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യകാലങ്ങളിൽ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, പത്രത്തിലും ടിവിയിലും ബിൽബോർഡുകളായിട്ടും നോട്ടീസുകളായിട്ടും ഒക്കെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഈ മാർക്കറ്റിംഗ് എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ മാർക്കറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രഡീഷണൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഡിജിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് എന്താണ്? ഒരു നെവർ എൻഡിങ് കരിയർ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ ഒരു റൂള് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മൾ ആ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഷോക്കേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആദ്യകാലങ്ങളിലെ ആൾക്കാർ TV കാണാനും പത്രം വായിക്കാനും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. പയ്യെ ഇന്റർനെറ്റ് വരികയും ഇന്റർനെറ്റ് റെവല്യൂഷൻ വന്നു. ദെൻ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒക്കെ റെവല്യൂഷൻ വന്നു. ഇത് എന്താ ഇമേജ് ആയി, ആൾക്കാർ ഫോണിലോട്ടും അല്ലെങ്കിൽ ഇന്റർനെറ്റിലോട്ട് എന്തായി ഹ്യൂജ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായി. അപ്പൊ കമ്പനികൾ ഓഫ് കോഴ്സ് എവിടെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക? ഡിജിറ്റലിലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ് കമ്പനികൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, സോ കമ്പനീസ് പറയുമ്പോൾ ഇപ്പോൾ ഇഫ് കമ്പനീസ് ലൈക്ക് റോൾസ് റോയ്സ് അല്ലെങ്കിൽ റേഞ്ച് റോവർ ഇങ്ങനെയുള്ള കമ്പനീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അൾട്രാ ലക്ഷറി ബ്രാൻഡ്സ്, ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആഡുകൾ കാണിക്കാറില്ല. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് എനിക്കൊരു മെൻഡർ കം ഇൻവെസ്റ്റർ ഉണ്ട്. ഓക്കെ, എന്നെ പല ഏരിയാസിൽ മെൻഡർ ചെയ്യുന്ന ഒരാളാണ്. ഈസ് എ മിഡിൽ ഈസ്റ്റ് ബിസിനസ് മാൻ ആണ്. സോ ഹി ഹാവ് ലോട്ട്സ് ഓഫ് കാർസ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ആളുടെ ഒരു റേഞ്ച് റോവർ എനിക്ക് ഒരു 2 ദിവസത്തിന് തന്നു. അപ്പോൾ ഞാനിത് ഓടിച്ചു. എൻ്റെ ഫോണ് ഞാൻ കാറുമായിട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു കൊടുത്തു. ദെൻ ഐ കെയിം ബാക്ക്. പിന്നെ എനിക്ക് റേഞ്ച് റോവറിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ഓഫ് കാർസിന്റെ ആഡുകളാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ വെച്ചാല് അവരുടെ ഒരു ടാർഗറ്റിംഗ് ലിസ്റ്റിലോട്ട് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം എനിക്ക് കൊച്ചിയിൽ വില്ല റിലേറ്റഡ് അല്ലെങ്കിൽ കൊച്ചി ഫ്ലാറ്റുകളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളാണ് എനിക്ക് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 80 lakhs അല്ലെങ്കിൽ 1 CR റേഞ്ചിലുള്ള വില്ലാസ് ഫ്ലാറ്റ്സ് ഇതൊക്കെയാണ് എനിക്ക് കൂടുതലും കാണിക്കുന്നത്. മേ ബി ഞാനൊരു വേറെ ലെവൽ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണുന്ന ആഡുകൾ ചിലപ്പോൾ ഈ പറയുന്ന റേഞ്ച് റോവറിന്റെയും അതുപോലെ തന്നെ റോളക്സ് വാച്ചുകളുടെയും ഒക്കെ ആഡുകളായിരിക്കും. ഓക്കെ, ഞാൻ ശരിക്കും ഒരു റൗണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും അറിയാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ബ്രാഞ്ചസ് പറയാം. ലൈക്ക് മേ ബി SEO, SMM ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് പറയാം. സോ എനിക്കൊരു മാക്സിമം ഒരു 10-20 സെക്കൻഡ്സിൽ ഇത് എന്താണെന്നുള്ളൊരു ബേസിക് എക്സ്പ്ലനേഷൻ, ലൈക്ക് ഇത് കാണുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇത് സംഭവം ഇതാണ് എന്നുള്ള കാര്യം മനസ്സിലായാൽ മാത്രം മതി. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണം. ശ്രമിച്ചു നോക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ബിങ്, യാഹു പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആൾക്കാർ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അത് നമ്മളെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വയറിയാണ്, ഒരു അന്വേഷണമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, നമ്മൾ എന്തുണ്ടെങ്കിലും സെർച്ച് ചെയ്ത് നോക്കും അല്ലേ? ഇപ്പോൾ ബെസ്റ്റ് ഹോട്ടൽ നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് നോക്കും. എനിക്കൊരു ഹോട്ടലുണ്ട്, എൻ്റെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം? അയാൾ സെർച്ച് ചെയ്യുമ്പോൾ ആ റിസൾട്ടിൽ ടോപ്പ് പൊസിഷനിലോട്ട് എനിക്ക് എത്തിക്കണം. ഈ ടോപ്പ് പൊസിഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഇതിനെയാണ് SEO എന്ന് പറയുന്നത്. SMM ആ പേരിൽ തന്നെ ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മേ ബി പൈസ കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പൈസ കൊടുക്കാതെയും പൈസ കൊടുത്തും ചെയ്യാം. പൈസ കൊടുക്കാതെ ചെയ്യുന്നതിന് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയും. പൈസ കൊടുത്ത് ചെയ്യുന്നതിന് പെയ്ഡ് മാർക്കറ്റിംഗ്. ഗൂഗിളിന് പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. യൂട്യൂബ് ഉണ്ട്, അതുപോലെ ഗൂഗിളിന്റെ ഓഡിയൻസ് നെറ്റ്വർക്ക് ഉണ്ട്. ഒരാൾ സെർച്ച് ചെയ്യുന്നു ബെസ്റ്റ് ഹോട്ടൽ നിയർ മീ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് എനിക്ക് പൈസ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മുകളിലോട്ട് സ്പോൺസേഡ് ആയിട്ട്
എത്തിക്കാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ആണ് അതൊരു ഫംഗ്ഷനാലിറ്റി യൂട്യൂബ് ആഡ്സ് അതുപോലെ ഒരുപാട് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ബേസിക്കലി ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമുകൾ വഴി ആഡുകൾ റൺ ചെയ്യാൻ പൈസ കൊടുത്ത് ആഡ് റൺ ചെയ്യാൻ ഗൂഗിളിന് ഇഷ്ടം പോലെ എന്താ പറയാ പാർട്ട്നേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും ഉണ്ട്. ആഡ്സെൻസ് എന്താ പറയുക അലൗഡ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് വെബ്സൈറ്റും ആപ്ലിക്കേഷനുകളും. ഇവിടെയൊക്കെ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഡിസ്പ്ലേ രൂപത്തിലും വീഡിയോ രൂപത്തിലും ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ. What is email marketing or why email marketing is important? So ഇമെയിൽ മാർക്കറ്റിംഗ് രണ്ട് രീതിയിൽ വർക്ക്ഔട്ട് ആവും. ഒന്ന് B2B ബിസിനസ്സുകൾക്ക് വലിയ രീതിയിൽ ബിസിനസ് ടു ബിസിനസ് വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് നമുക്ക് കുറച്ചും കൂടി ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സൊമാറ്റോൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരികയാണെന്ന് വിചാരിക്കാം. മേ ബി ചിലപ്പോൾ നമ്മൾ അത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന പേഴ്സൺസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ മെയിലുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരുവിധം വർക്കിംഗ് പ്രൊഫഷണൽസ് ഇൻ ദ സെൻസ് ഇമെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്ന യെസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊന്നും കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇമെയിലുകൾ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, പക്ഷെ റെഗുലർലി ചെക്ക് ചെയ്യുമായിരുന്നില്ല. അപ്പൊ റെഗുലർലി ചെക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞത്. വർക്കിംഗ് പ്രൊഫഷണൽസ് ഡെയിലി മെയിലുകൾ ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ഇമെയിലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല പല ടൂളുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ മെയിൽ ചിമ്പ്, സെൻഡിൻബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൂളുകളുണ്ട്. അത് യൂസ് ചെയ്തിട്ട് പെയ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമെയിൽസ് അയക്കാൻ വേണ്ടി പറ്റും. പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് എൻഡ് റിസൾട്ടുകൾ ഉണ്ടാവും. നമുക്കറിയാം ബിസിനസ്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഒരു ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനാണ്. അവർക്കൊരു എക്സിസ്റ്റൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ വരണമെങ്കിൽ എന്ത് വേണം, സെയിൽസ് വേണം. അപ്പൊ ഈ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് മാർക്കറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മേ ബി ഇറ്റ് വിൽ ബി സെയിൽസ് ക്യാമ്പയിൻ ആയിരിക്കാം, ചിലപ്പോൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആയിരിക്കാം. ഇത്തരത്തിൽ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുത്താം. End result rather than going for reach or impression, they will be focusing on conversions or the number of leads. Right. Okay. Success metrics ഇതൊക്കെ ആയിരിക്കും. ഓൾസോ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പെയ്ഡ് ആഡ്സ് ആയിട്ട് പ്യൂർലി പെയ്ഡ് ആഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു മാർക്കറ്റർ ഫ്രഷർ ആയിട്ട് ഒരു ജോബിന് കയറി. ഫോർ എക്സാമ്പിൾ എനിക്ക് 25,000 സാലറി കിട്ടി. സോ എനിക്ക് അതിന്ന് ഒരു നെക്സ്റ്റ് 1 year കഴിയുന്ന സമയത്ത് എനിക്കൊരു ബെറ്റർ സാലറി ഓപ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സാലറി ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് എനിക്ക് കിട്ടണം. എന്തൊക്കെ പ്രാക്ടീസിലൂടെ ഞാൻ കടന്നു പോകണം ശരിക്കും? ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 7 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പാഷനായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു 1 year നിങ്ങൾ ഒരു ലേണിംഗ് ഫേസ് ആയിട്ട് എടുക്കുക, നോളജ് മാക്സിമം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകൾ ഭയങ്കരമായിട്ട് ഹൈലി സ്കിൽഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സോഫ്റ്റ് സ്കിൽസും കൂടെ, ലൈക്ക് വി ക്യാൻ സേ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്. കുറെ ആൾക്കാർ ലാക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഒരു കമ്പനിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നിങ്ങൾ ഭയങ്കര വലിയൊരു അസറ്റായിട്ട് തോന്നണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ ഒരു ടീം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1% എംപ്ലോയി ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ബെറ്റർ ഗ്രോത്ത് ഫിനാൻഷ്യലി കരിയർ വൈസ് ഒക്കെ ഒരു ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ശരിക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ 1 year അഫ്കോഴ്സ് പറഞ്ഞ പോലെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ദെൻ ഹാർഡ് വർക്ക് ചെയ്യാനും ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യാനും ആ ഒരു എക്സിക്യൂഷൻ പവർ ഉണ്ടാക്കാനും സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള ലൈക്ക് മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നില്ല, ഏത് കരിയറിലാണെങ്കിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാല് ഒരു ഗോള് കൂടി സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാല് ഇപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് 25,000 സാലറി കിട്ടുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഐ നീഡ് 30,000 rupees. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അതിലോട്ട് വർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് 30 അവകാശപ്പെടണം അല്ലെങ്കിൽ ചോദിക്കണം, ആ കമ്പനിയോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു റിസൾട്ട് ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഞാനൊരു അസറ്റാന്ന് ഫീൽ ചെയ്യിക്കണം. അപ്പൊ എനിക്കൊരു ഇത്ര
എന്താ പറയുക സാലറി ഇൻക്രിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും വിത്തൗട്ട് എനി ഇഷ്യൂ അവരത് നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പൊ ആ സ്റ്റേജിലോട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. യെസ്. AI ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ശരിക്കും എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ എഫക്ട് ചെയ്യോ ഇൻ ബാഡ് വേ ഓർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പോസിറ്റീവ് വേയിൽ ലൈക്ക് ഹെൽപ്പ് ചെയ്യോ എങ്ങനെ ഇൻ ഫ്യൂച്ചർ? ഓൾവേസ് AI പോസിറ്റീവ് വേസിൽ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നുണ്ടാവുക. ഈ AI കുറച്ചും കൂടി നമ്മളെ കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഒരു കോണ്ടന്റ് റിസർച്ച് നടത്തണമെങ്കിൽ നമ്മൾ കുറെ ബ്ലോഗുകൾ വായിക്കണം, കുറെ എന്തോരം AI ടൂളുകളാണ്. ഇമേജ് ജനറേഷൻ, ബ്ലോഗ് ജനറേഷൻ, കോണ്ടന്റ്, പിന്നെ ChatGPT, Gemini, ഇഷ്ടം പോലെ ഒരുപാട് AI ടൂളുകളുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ കറന്റ്ലി ഉള്ളത്. അപ്പോൾ ഇത് അഗൈൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സിനെ റീപ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡാപ്റ്റ് ചെയ്യാത്ത ആളുകളെ ഇത് റീപ്ലേസ് ചെയ്യും. സോ എപ്പോഴും ഒരു മാർക്കറ്ററിന് വേണ്ട ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് വേണ്ട ഒരു സ്കില്ലാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇത് സിമ്പിൾ ഉദാഹരണം, അതായത് നമുക്ക് കൊറോണ വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അതുവരെ ഓൺലൈൻ മീറ്റുകളിലും ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാത്ത മലയാളികൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഓൺലൈൻ കോഴ്സുകൾ എടുക്കുന്നു, ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു. ഇതെന്താണ്? ഇതൊരു അഡാപ്റ്റേഷനാണ്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് AI എന്ന് പറയുന്നത്. ഇത് അയ്യോ ഞാനൊന്നും AI ഇല്ല, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ട് ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് സ്കില്ല് വെച്ചിട്ട് ചെയ്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ AI അറിയുന്ന ഒരു മാർക്കറ്റർ റീപ്ലേസ് ചെയ്യും എന്നുള്ളത്. ആസ് എൻ ഓൺടർപ്രണർ ഇപ്പൊ അക്കാഡമി റൺ ചെയ്യുന്നു ഓർ ഏജൻസിന്റെ കോഫൗണ്ടർ ആണ് സ്ലാഷ് ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്ര ആക്ടിവിറ്റീസ് ചെയ്യുന്നു. സോ ഇഫ് വെൻ എവർ യു ഹയർ സംവൺ, എന്തൊക്കെയാണ് മേജർ ഒരു മെട്രിക്സ് ആളെ എടുക്കുന്ന സമയത്ത് ആൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇതൊക്കെയാണ് എന്നുള്ളൊരു സംഭവം? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾ മാർക്കറ്ററാണ്, സോ ആളൊരു ജോബിന് വേണ്ടി നോക്കുകയാണ്, ആൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ് അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് അതൊക്കെ ആയിരിക്കും. അതൊരു ഫ്രഷറിനാണോ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുൾ നോളജ് ഉണ്ടെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. സോ എവറി കമ്പനി ഹാസ് എ ട്രെയിനിങ് പീരീഡ് അല്ലേ? ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുക ഇത് ഇയാൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ പോഡ്കാസ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇത് തന്നെയാണ് ഒരു സീക്രട്ട് ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ നീഷ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം, ഫൗണ്ടേഷൻ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വാച്ച് കാണിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുക അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും ഇതിൻ്റെ ഒരു ബയർ പേഴ്സോണ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അങ്ങനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ടാർഗറ്റഡ് ഓഡിയൻസ്, ഇതൊക്കെ വളരെ ഫൗണ്ടേഷനാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ടൂളുകളൊക്കെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാവുന്നതാണ്. സോ ലൈക്ക് ബേസിക്കലി ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ സോഫ്റ്റ് സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാർക്കറ്റിംഗിൽ ഒരാൾ ഫ്രഷർ ആയിട്ട് വരുന്നത് മുതൽ അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുതൽ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷനിലേക്ക് വരെയുള്ള ഒരു ഹോൾ ജേർണിയാണ് ശരിക്കും മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ കിഡ്ലൻ ഡിസ്കഷൻ ആയിരുന്നു. കുറെ സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ വാല്യൂ എനിക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും, ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.